നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ നമ്മുടെ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത അല്ലെങ്കിൽ BNSSന്റെ 6ാമത്തെ ക്ലാസ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ 5 ക്ലാസ്സുകളും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ക്ലാസ്സുകളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമ്മുടെ BNSന്റെ ബാക്കി ക്ലാസ്സുകൾ നമ്മുടെ ബാച്ച് ഗ്രൂപ്പുകളിൽ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ബാച്ച് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. നമുക്ക് ഇനിയുള്ള സമയം എന്ന് പറയുന്നത് ഏകദേശം പറഞ്ഞാൽ 1 മാസമാണ്. ഈ 1 മാസം മതി നിങ്ങൾക്ക് ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഈ 1 മാസം മതി. ഓക്കെ, അത് ഞാൻ ഇത്രയും ഉറപ്പിച്ച് പറയാനുള്ള കാര്യം, കഴിഞ്ഞ നമ്മുടെ എക്സൈസിന്റെ എക്സാമിന് നമ്മുടെ 2 ദിവസത്തെ ലൈവ് മാത്രം കണ്ടിട്ട് പോയവർക്ക് തന്നെ എത്ര മാർക്ക് കിട്ടി? 15ൽ കൂടുതൽ മാർക്ക് കിട്ടി. നമ്മുടെ ബാച്ച് ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നത് 18ൽ കൂടുതൽ മാർക്കാണ്. അപ്പൊ എന്തായാലും ആ ഒരു വിശ്വാസം അല്ലെങ്കിൽ ആ ഒരു ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ നൽകുകയാണ്. അപ്പോ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, നമ്മുടെ CPO WCPO ബാച്ചിലേക്ക് നിങ്ങൾ ഇനിയും ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും വേഗം ജോയിൻ ചെയ്യുക. കാര്യം നിങ്ങളുടെ മുന്നിൽ ഇനിയുള്ളത് 1 മാസമാണ്. ആ 1 മാസം നിങ്ങൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്കിന്റെ മാർക്ക് ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം. ഓക്കെ, അപ്പോ ഇനിയുള്ള ഈ ഒരു ടൈം അത് ഞാൻ നമ്മുടെ ഗ്രൂപ്പിനകത്ത് തന്നെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നല്ല രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്ത് ഏതൊക്കെ സമയങ്ങളിൽ എന്തൊക്കെ പഠിക്കണമെന്നുള്ള കാര്യം ഞാൻ ഗ്രൂപ്പിൽ കൃത്യമായി ഒരു ഇൻസ്ട്രക്ഷൻ പോലത്തെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ബാച്ച് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും വേഗം ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യുന്നതിനുള്ള പേയ്മെന്റ് 600 രൂപയാണ്. പേയ്മെന്റ് ചെയ്യാനുള്ള നമ്പർ താഴെ ഞാൻ സ്ക്രോൾ ചെയ്തിട്ടുണ്ട്. 996169699272 എന്ന് പറയുന്ന നമ്പറിൽ പേയ്മെന്റ് ചെയ്തിട്ട് ഇതേ നമ്പറിൽ തന്നെ എന്ത് ചെയ്താൽ മതി, പേയ്മെന്റിന്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ വാട്സപ്പിൽ അയച്ചാൽ മതി. കോൾ എനേബിൾഡ് നമ്പറല്ല, നിങ്ങൾ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോ നല്ല രീതിയിൽ തന്നെ പഠിക്കുക, നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക. അപ്പൊ ഞാൻ നിങ്ങൾക്ക് എക്സൈസിന്റെ എക്സാമിന് തന്ന ഉറപ്പ് ഞാൻ ഇവിടെയും തരികയാണ്. നമ്മൾ എന്ത് ചെയ്തിരിക്കും, നല്ല മാർക്ക് ഇതിനകത്തും വാങ്ങിച്ചിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു 6 സെക്ഷൻസ് ആണ്. ഓക്കെ, 44 മുതൽ 50 വരെയാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ പഴയ CRPC അല്ലെ, നിങ്ങൾ നമ്മുടെ PSCയിലേക്ക് പുതുതായിട്ട് വന്നവർക്ക് CRPCയെ കുറിച്ച് അറിയാനുള്ള ചാൻസ് കുറവാണ്. കഴിഞ്ഞ വർഷം പോലീസിന്റെ എക്സാമിനേഷൻ ഒക്കെ എഴുതിയവർക്ക് അറിയാം, നിലവിലുണ്ടായിരുന്ന CRPC അല്ലെ, CRPCക്ക് പകരം വന്നതാണ് എന്ത്, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത അല്ലെ. അപ്പൊ ഈ പറയുന്ന BNSSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോർ കണ്ടന്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പോകുന്നു, കടക്കാനായിട്ട് പോകുന്നു. അതില് നമ്മൾ ഇന്ന് ആദ്യം പഠിക്കാനായിട്ട് പോകുന്ന സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 44 എന്ന് പറഞ്ഞാൽ എന്താ, BNSSലെ സെക്ഷൻ 44 നമ്മൾ ഇന്ന് ആദ്യം പഠിക്കാനായിട്ട് പോകുന്നത്. ശ്രദ്ധിക്കുക, 44ൽ പ്രതിപാദിക്കുന്നത് അറസ്റ്റ് ചെയ്യപ്പെട്ട ആള് പ്രവേശിച്ച സ്ഥലത്ത് തിരച്ചിൽ നടത്താനുള്ള പോലീസിന്റെ അധികാരത്തെ കുറിച്ചാണ്. ശ്രദ്ധിക്കുക, നമ്മളിന്ന് പഠിക്കുന്ന ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, അറസ്റ്റ് ചെയ്യപ്പെടേണ്ട ഒരാള് പ്രവേശിച്ച സ്ഥലത്തിന്റെ തിരച്ചിൽ നടത്താനുള്ള അധികാരത്തെ കുറിച്ചാണ്. ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ നിങ്ങൾക്ക് ഒരു കേസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാവും. ഒരു എക്സാമ്പിൾ എടുത്താല്, ഒരു കള്ളൻ, നമുക്കിപ്പോ ആരെ എടുക്കാം, കായംകുളം കൊച്ചുണ്ണി. ഓക്കെ, പുള്ളിക്കാരൻ മരിച്ചിട്ട് നൂറ്റാണ്ടുകളായിട്ടുണ്ട്. അപ്പൊ എന്നാലും ഞാൻ പറയുന്നു, കായംകുളം കൊച്ചുണ്ണി നിങ്ങളുടെ കൂട്ടുകാരനാണെന്ന് വെക്കുക. കായംകുളം കൊച്ചുണ്ണി ആരാണ്, ഈ ക്ലാസ് കാണുന്നത് നിങ്ങളുടെ കൂട്ടുകാരനാണ്. അപ്പൊ നിങ്ങളുടെ കൂട്ടുകാരനെ സ്വാഭാവികമായി സംരക്ഷിക്കാനായിട്ട് ആര് ശ്രമിക്കും, നിങ്ങൾ ശ്രമിക്കും. നിങ്ങൾക്കറിയാം കായംകുളം കൊച്ചുണ്ണി എന്ന് പറയുന്ന നിങ്ങളുടെ കൂട്ടുകാരൻ അറസ്റ്റ് ചെയ്യപ്പെടേണ്ട വ്യക്തിയാണ്. അവനെ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന നിങ്ങളുടെ താമസ സ്ഥലത്ത് കയറ്റി താമസിപ്പിക്കുന്നതോ ഒളിപ്പിക്കുന്നതോ തന്നെ എന്താണ്, വലിയൊരു കുറ്റകൃത്യമാണ്. അങ്ങനെ പോലീസിന് അറിവ് കിട്ടുന്നു, കായംകുളം കൊച്ചുണ്ണി എവിടെയുണ്ട്, നിങ്ങളുടെ വീട്ടിലുണ്ട്. സ്വാഭാവികമായിട്ടും എന്താണ്, പോലീസിന് നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു കയറാനുള്ള അവകാശം കിട്ടത്തില്ലേ? കിട്ടും. അങ്ങനെയല്ലേ, പോലീസ് അറസ്റ്റ് ചെയ്യപ്പെടേണ്ട ഒരാള് നിങ്ങളുടെ വീടായിട്ടുള്ള സ്ഥലത്തിൽ പ്രവേശിച്ചാൽ അവിടെ തിരച്ചിൽ നടത്താനുള്ള അധികാരം ആർക്കുണ്ട്, കേരള പോലീസിന് ഉണ്ട് എന്നാണ്. മനസ്സിലായല്ലോ? ഈ ഒരു കാര്യം തന്നെയാണ് സെക്ഷൻ 44 പറയുന്നത്. ഇത്രയും സിമ്പിൾ ആണ് സാധനം. ഞാൻ നിങ്ങൾക്ക് ഇതേപോലത്തെ രീതിയിൽ എങ്ങനെ നമ്മളെ ഡെയിലി ലൈഫായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതും അതുപോലെ നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ 44ൽ പറയുന്നത് എന്താണ്, അറസ്റ്റ് ചെയ്യപ്പെടേണ്ട ഒരാള് പ്രവേശിച്ച സ്ഥലത്ത് തിരച്ചിൽ നടത്താനുള്ള അധികാരം. നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൽ പറഞ്ഞാല് അറസ്റ്റ് ചെയ്യപ്പെടേണ്ട കായംകുളം കൊച്ചുണ്ണി പ്രവേശിച്ച നിങ്ങളുടെ വീട്ടില് പോലീസിന് തിരച്ചിൽ നടത്താനുള്ള അധികാരമാണ് എന്ത്, സെക്ഷൻ 44. ഇത് തന്നെയാണ് ഇതിന്റെ ഡെഫിനിഷനകത്തും പറയുന്നത്.
ഒന്ന് ശ്രദ്ധിക്കുക, അറസ്റ്റ് വാറണ്ട് നിർവഹിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ അധികാരപ്പെടുത്തിയിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ അധികാരമുള്ള ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, അറസ്റ്റ് ചെയ്യപ്പെടേണ്ട വ്യക്തി ഏതെങ്കിലും സ്ഥലത്ത് പ്രവേശിക്കുകയോ, ദാറ്റ് മീൻസ് ഈ അറസ്റ്റ് ചെയ്യപ്പെടേണ്ട കാര്യങ്ങളൊക്കെ ചുണ്ണി ഏതെങ്കിലും സ്ഥലത്ത് പ്രവേശിക്കുകയോ ആ ഒരു സ്ഥലത്തുണ്ട് എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ആ സ്ഥലത്തിൽ താമസിക്കുന്ന ആളല്ലെങ്കിൽ ആ സ്ഥലത്തിന്റെ ചുമതലപ്പെട്ട ആള് മേൽപ്പറഞ്ഞ വ്യക്തിയുടെയോ അല്ലെങ്കിൽ അത്തരം പോലീസ് ഓഫീസറുടെയോ ആവശ്യപ്രകാരം സൗജന്യ പ്രവേശം അനുവദിക്കുകയും അവിടെ പരിശോധിക്കുന്നതിന് ന്യായമായ എല്ലാ സൗകര്യങ്ങളും നൽകുകയും ചെയ്യണമെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? കാര്യങ്ങളും കൊച്ചുണ്ണി ഇപ്പൊ നിങ്ങളുടെ വീട്ടിലുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുവട്ടത്തെ പ്രദേശത്തുണ്ട്. അപ്പൊ നിങ്ങൾക്കറിയാം, നിങ്ങൾ അവരെ ഒളിപ്പിക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം അവൻ എവിടെയുണ്ട്, ഈ ചുറ്റുപാട് ഈ സ്ഥലത്ത് തന്നെ ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഒരു ഇൻഫർമേഷൻ അത് പോലീസിന് പാസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഒരു പ്രസ്തുത കാര്യങ്ങളും കൊച്ചുണ്ണിയെ പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായം ആർക്ക് ചെയ്യണം? പോലീസിന് ചെയ്യണം. അല്ലെങ്കിൽ പോലീസ് ആവശ്യപ്പെടുന്ന സഹായങ്ങൾ ചെയ്യാനായിട്ട് ആ സ്ഥലത്തിന്റെ ഉടമയായ നിങ്ങൾ എന്താണ് ബാധ്യസ്ഥരാണെന്നാണ് ഈ ഒരു സെക്ഷൻ 44 പറയുന്നത്. സെറ്റ് അല്ലേ? അപ്പൊ ആ ഒരു ബേസിക് കണ്ടന്റ് കൂടിയിട്ടല്ലോ. എന്താണ് സെക്ഷൻ 44? അറസ്റ്റ് ചെയ്യപ്പെടേണ്ട കായംകുളം കൊച്ചുണ്ണി പ്രവേശിച്ച സ്ഥലത്ത് തിരച്ചിൽ നടത്താനുള്ള പോലീസിന്റെ അധികാരവും ആ പറയുന്ന വ്യക്തിയെ തിരച്ചിൽ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു സിറ്റിസണായ നിങ്ങൾ, ആ ഒരു സ്ഥലത്തിന്റെ ഉടമയോ അല്ലെങ്കിൽ ആ സ്ഥലത്തിന്റെ ചുറ്റുപറ്റത്തോ ഉള്ള നിങ്ങൾ ആ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ സഹായിക്കാൻ ബാധ്യസ്ഥരാണ് എന്നൊക്കെ പ്രതിപാദിക്കുന്ന സെക്ഷനാണ് എന്ത്? സെക്ഷൻ 44. സെറ്റ് അല്ലേടാ? ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ? ഓക്കെ. അപ്പൊ തീർച്ചയായിട്ടും ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് റിവിഷൻ ക്ലാസ്സുകൾ നമ്മൾ സംഘടിപ്പിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോ അതിന്റെ ഒരു ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്ന നിലയിൽ നാളെ നിങ്ങൾക്ക് ഒരു ലൈവ് ആയിട്ടുള്ള ഒരു BNSന്റെ കംപ്ലീറ്റ് ലൈവ് ക്ലാസ് നിങ്ങൾക്ക് നാളെ ഉണ്ടാവും. അപ്പൊ എല്ലാവരും തീർച്ചയായിട്ടും എന്ത് ചെയ്യുക? ഒരു ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? സെക്ഷൻ 44ന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത്. അപ്പൊ ആ ഒരു കാര്യത്തിൽ ഓക്കെ ആണെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇതിനകത്ത് ഉപവകുപ്പിനകത്ത് പറയുന്ന 1-2 കാര്യങ്ങളുണ്ട്. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഇതിനകത്ത് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാല് ആള് രക്ഷപ്പെടുമെന്ന് തോന്നുന്ന പക്ഷം എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്, അല്ലെങ്കിൽ കേരള പോലീസിന് അതിക്രമിച്ച് കയറാമെന്നാണ് പറയുന്നത്. മനസ്സിലായോ? എന്ന് വെച്ചാൽ കായംകുളം കൊച്ചുണ്ണി ഇപ്പൊ നിങ്ങളുടെ വീട്ടിനകത്തുണ്ട്. അപ്പൊ പോലീസ് എന്ത് ചെയ്യുന്നു? ആ വീട് ചുറ്റുന്നു. ആ വീട് ചുറ്റിയ ശേഷം നമുക്കറിയാം കായംകുളം കൊച്ചുണ്ണി എന്ത് ചെയ്യും? ഏത് സമയം വേണമെങ്കിലും നിങ്ങളുടെ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു പോകും. അപ്പൊ പെട്ടെന്ന് അല്ലെങ്കിൽ പതുക്കെ ഒരു സെർച്ച് നടത്തുക എന്ന് പറയുന്നത് നടക്കുന്ന ഒരു കാര്യമല്ല. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളാകുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആ പറയുന്ന സ്ഥലത്ത് എന്ത് ചെയ്യാം? ഏത് സമയവും എങ്ങനെ വേണമെങ്കിലും വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതിക്രമിച്ച് കയറാം. അതുകൊണ്ട് തന്നെ ആ പറയുന്ന പ്രസ്തുത വ്യക്തി എന്ന് പറയുമ്പോൾ ആരാണ്? ഈ നമ്മുടെ കായംകുളം കൊച്ചുണ്ണി വാറണ്ടുള്ള വ്യക്തിക്കോ പോലീസ് ഉദ്യോഗസ്ഥനോ അറസ്റ്റ് ചെയ്യപ്പെടേണ്ട ആളാണ് എന്നുള്ളൊരു ബോധ്യം കൂടി നമുക്കുണ്ടാവണം. അല്ലാതെ ചെറിയ എന്താണ് കടയിൽ കയറിയിട്ട് ചെറിയൊരു ഏത്തപ്പഴം മോഷ്ടിച്ചെന്നോ അങ്ങനെയൊക്കെയുള്ള കേസുകളിലൊന്നും നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ എന്താണ്, അവിടെ വാറണ്ട് ഉണ്ട്, നമുക്ക് അവനെ അറസ്റ്റ് ചെയ്യാം അല്ലെ? അവനെ അറസ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ ഉള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഒരു കൊലപാതകം ചെയ്ത ഒരു വ്യക്തി, ഒരു കൊള്ള ചെയ്ത ഒരു വ്യക്തി, അല്ലെങ്കിൽ എന്താണ് ഒരു പീഡനം അല്ലെങ്കിൽ ഒരു മാനഭംഗം, അങ്ങനെയുള്ള ഈ പറയുന്ന രീതിയിലുള്ള കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള കുറച്ച് ക്രൈംസ് ഒക്കെ ചെയ്ത വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവരെ എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് ഈ പറയുന്ന സെക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ സപ്പോർട്ട് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അവരെ അറസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആസ് എ പോലീസ് ഓഫീസർ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ചിന്തിക്കാം. നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ നമ്മൾ എന്ത് ചെയ്യണം? വിളിച്ചുണർത്തണം. എന്നിട്ട് നമ്മൾ ആ ഒരു പെർസ്പെക്റ്റീവിൽ നമ്മൾ ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് അവിടെ എന്ത് ചെയ്യും? ഓപ്ഷനിൽ ഉത്തരം കിട്ടാനായിട്ട് പറ്റും കേട്ടോ. ആ ഒരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ തോട്ട് പ്രോസസ്സ് നിങ്ങളൊന്ന് മാറ്റിയെടുക്കുക. ഓക്കെ, ഇതിനകത്ത് പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ആ ഒരു സ്ഥലം ഒരു സ്ത്രീയുടെ യഥാർത്ഥ വസതിയാണെന്നുണ്ടെങ്കിൽ ഈ കായംകുളം കൊച്ചുണ്ണി ഇപ്പൊ എന്ത് ചെയ്യുന്നു? അതിക്രമിച്ച് കയറി താമസിക്കുന്നത് ഒരു സ്ത്രീയുടെ വീടാണെന്നുണ്ടെങ്കിൽ എന്താണ്, പ്രത്യേകിച്ച് പ്രകാരം പൊതുജനത്തിന് അല്ലെങ്കിൽ പൊതുസ്ഥലത്ത് ഹാജരാകാത്ത ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ, നമുക്കറിയാം ചില ആചാരപ്രകാരം ചില സമൂഹത്തിലെ സ്ത്രീകൾക്കൊന്നും അങ്ങനെ പൊതുസ്ഥലത്തോട്ടൊന്നും പോകാനായിട്ട് പറ്റാത്ത സ്ത്രീകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അത്തരം അറസ്റ്റ് ചെയ്യുന്ന വ്യക്തിയെയോ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥനോ അത്തരം അപ്പാർട്ട്മെന്റിൽ പ്രവേശിക്കുന്നതിന് മുൻപ് അവിടെ നിന്ന് മാറാൻ ആ സ്ത്രീക്ക് സ്വാതന്ത്ര്യമുണ്ടെന്നുള്ള നോട്ടീസ് നൽകണമെന്നും മാറാനുള്ള എല്ലാ തരത്തിലുള്ള ന്യായമായ സൗകര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കണമെന്നും സെക്ഷൻ 44 2 എന്ത് ചെയ്യുന്നുണ്ട്? പ്രതിപാദിക്കുന്നുണ്ട്. സെക്ഷൻ 44 2 പ്രതിപാദിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം? ഒരു സ്ത്രീയാണ് ഒരു വീട്ടിലുള്ളത്. അപ്പോ പോലീസ് ഉദ്യോഗസ്ഥ ആ വീട്ടിലൊരു സ്ത്രീ മാത്രമേ ഉള്ളൂ.
ചില ഒരു പ്രത്യേക മതാചാരത്തിൽ വിശ്വസിക്കുന്ന ഒരു സ്ത്രീയാണ്, അവർക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഈ പറയുന്ന രീതിയിൽ പബ്ലിക്കിലോട്ട് ചെന്ന് ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്നും അവതരിപ്പിക്കാൻ പറ്റാത്തൊരു സ്ത്രീയാണെന്നുണ്ടെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്യണം, ആ സ്ത്രീക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുത്ത ശേഷം ആ സ്ത്രീയെ പറയുന്ന വീട്ടിൽ നിന്ന് സേഫ് ആയിട്ട് മാറാനുള്ള ഒരു അവസരം കൊടുത്ത ശേഷം വേണം എന്ത് ചെയ്യാനായിട്ട്, ആ വീട്ടിലോട്ട് പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്ന നിലയിൽ നമ്മൾ എന്ത് ചെയ്യാൻ, അതിക്രമിച്ച് കയറാനായിട്ട്. മനസ്സിലായല്ലോ? ആ കണ്ടീഷൻ പിടികിട്ടിയില്ലേ? ഓക്കെ അല്ലേ? ഒരു വ്യക്തി ഇപ്പൊ നമ്മുടെ വീട്ടിൽ കയറി അതിക്രമിച്ച് താമസിക്കുന്നു, അല്ലെങ്കിൽ അതിക്രമിച്ച് കയറി നിൽക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്ഥലത്ത്, നമ്മുടെ ഒരു പ്രോപ്പർട്ടിയിൽ അല്ലെങ്കിൽ വീടിനടുത്തുള്ള പ്രോപ്പർട്ടിയിൽ ആ ഒരു വ്യക്തി അഭയം കാണുന്നു എന്ന് കണ്ടാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പോലീസിനെ അറിയിക്കണം. പോലീസിനെ അറിയിച്ച ശേഷം പോലീസ് വരും. പോലീസ് വന്നിട്ട് എന്ത് ചെയ്യും, ആ വ്യക്തി ഈ പറയുന്ന രീതിയിൽ രക്ഷപ്പെടാൻ സാധ്യതയുള്ളതോ അല്ലെങ്കിൽ ആ വ്യക്തി അതിക്രമ സ്വഭാവം ഉള്ളതോ ആണെന്നുണ്ടെങ്കിൽ പോലീസ് ആ വീട്ടിൽ എന്ത് ചെയ്യും, അതിക്രമിച്ച് കയറും. എന്നാൽ ആ വീട്ടിൽ ഒരു സ്ത്രീ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ആ സ്ത്രീയെ സേഫ് ആയിട്ട് വീട്ടിൽ നിന്ന് മാറ്റിയ ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ, പോലീസ് ഉദ്യോഗസ്ഥന് ആ വീട്ടിൽ കയറി ആ പ്രസ്തുത സ്ത്രീയെ അല്ല പ്രസ്തുത കുറ്റവാളിയെ അറസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ എന്ന് എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന സെക്ഷൻ 44 പറയുന്നുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ വെച്ചാൽ നെസസറി കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആ വീടിന്റെയോ അല്ലെങ്കിൽ സ്ഥലത്തിന്റെയോ പുറം വാതിലോ അകത്ത വാതിലോ ജനലയോ എന്ത് ചെയ്യാൻ പറ്റും, തകർത്തും വേണമെങ്കിൽ തുറക്കാനായിട്ട് പറ്റും. എന്ന് പറഞ്ഞാൽ അത്രയും രീതിയിലുള്ള എന്താണ്, ഒരു ക്രിമിനൽ ആണെന്നുണ്ടെങ്കിൽ ആവശ്യമായ കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, വീടിന്റെ ഡോറോ ജനലോ ഏതാണെന്ന് വെച്ചാൽ പൊളിച്ചു വേണമെങ്കിൽ എന്ത് ചെയ്യാം, പോലീസിനകത്തേക്ക് കയറാം. പോലീസ് ഒരു കള്ളൻ എന്ത് ചെയ്യുന്നു, വീട്ടിനകത്ത് ഒരു പൂട്ടിയിരിക്കുകയാണ്, അപ്പോൾ പുറത്തിറങ്ങാൻ പറയുന്നത് ഇറങ്ങുന്നില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായി ഡോർ ചവിട്ടി പൊളിച്ചിട്ട് അകത്ത് കയറാനായിട്ട് കഴിയത്തുള്ളൂ. ഇതൊക്കെ തന്നെയാണ് കാര്യം. നമുക്ക് ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ കണ്ടിട്ടുള്ള സിനിമകളും അതുപോലെ തന്നെ നമ്മുടെയൊക്കെ പത്രവാർത്തകളും അതുപോലെ തന്നെ ഡെയിലി ലൈഫ് എക്സാമ്പിൾസും ഒക്കെ വെച്ച് നമുക്ക് ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഒന്ന് ചിന്തിച്ചെടുക്കാനായിട്ട് കഴിയും അല്ലെ? അപ്പോൾ സെക്ഷൻ 44 കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല, ക്ലിയർ ആണ് എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. എന്താണ് സെക്ഷൻ 44 പറയുന്ന കാര്യം? എന്താണ് പറയുന്നത്? ഒന്നും കൂടി പറയുകയാണ്. എന്താണ്? അറസ്റ്റ് ചെയ്യപ്പെടേണ്ട ആള് പ്രവേശിച്ച സ്ഥലത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്ന നിലയിൽ നമ്മൾ നടത്തേണ്ട തിരച്ചിലിനെ കുറിച്ച്, അതിൽ നമ്മൾ പാലിക്കേണ്ട ചെറിയ മര്യാദകളെ കുറിച്ച്, ചില നിയമവശങ്ങളെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെക്ഷൻ 44 പഠിക്കുന്നത്. സെറ്റ് അല്ലേടാ? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോ ഇതേ രീതിയിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ബാച്ച് ക്ലാസ്സുകളിലും ക്ലാസ് കൊടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഇനിയുള്ളത് വളരെ കുറച്ച് സമയമാണ്. അപ്പൊ നിങ്ങൾ ഇനി പഠിച്ചാലും മതി, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, ഇനി പഠിച്ചാൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല മാർക്ക് വാങ്ങിക്കാനായി പറ്റും. എക്സൈസും ഫയർമാനും പഠിച്ച പോലെ ഒരാഴ്ചക്ക് മുന്നുള്ള സ്പെഷ്യൽ ടോപ്പിക് പഠനം പോലീസിന്റെ കാര്യത്തിൽ വർക്കൗട്ട് ആവൂല. അതുകൊണ്ട് ആ കാര്യം കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ്, നമ്മുടെ ബാച്ചിലേക്ക് ഇനിയും ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഈ താഴെ കാണുന്ന നമ്പർ ഉണ്ടല്ലോ, അതിലേക്ക് നിങ്ങൾ വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി. CPO അല്ലെങ്കിൽ WCPO എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഇട്ടാൽ മതി. എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട, ഈ നമ്പറിലോട്ട് നിങ്ങൾ ആ പേയ്മെന്റ് 600 രൂപയാണ് പേയ്മെന്റ് ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ അയച്ചാൽ മതി. നിങ്ങളെ ഞാൻ എന്ത് ചെയ്യും, ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. എത്രയും വേഗം നിങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ അപ്പ് ആക്കേണ്ട ക്ലാസ്സുകളും ഫോളോ ചെയ്ത് നല്ല രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇനി ശ്രമിച്ചാൽ പോലും സ്പെഷ്യൽ ടോപ്പിക് കവർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നതാണ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് നോക്കാം, നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് നമ്മൾ കിടക്കുന്നു, അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ കിടക്കുന്നു. ഇനി നോക്കാനുള്ളതാണ് സെക്ഷൻ 45 എന്ന് പറഞ്ഞാൽ എന്താണ് സെക്ഷൻ 45? മറ്റ് അധികാര പരിധികളിലേക്ക് കുറ്റവാളികളെ പിന്തുടരൽ. ഓക്കെ, നമ്മളൊരു പോലീസ് ഉദ്യോഗസ്ഥരാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം കുറ്റവാളി ഒളിച്ചിരിക്കുന്ന സ്ഥലം നമ്മൾ കണ്ടുപിടിച്ചു. ആദ്യം ഒളിച്ചിരിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ചത് സെക്ഷൻ 44 ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്തു, അവൻ ഒളിച്ചിരിക്കുന്ന സ്ഥലത്തിന് നമ്മൾ കണ്ടുപിടിച്ചു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, സെക്ഷൻ 45 ഉപയോഗിച്ച് എന്താണ് ചെയ്യുന്നത്, അധികാര പരിധികളിലേക്ക് കുറ്റവാളികളെ നമ്മൾ പിന്തുടരാനായി പോവുകയാണ്. ആദ്യം അവൻ ഒളിച്ചിരിക്കുന്ന സ്ഥലം, വീട് അവന് കണ്ടുപിടിച്ചു, 44. അടുത്ത 45, അടുത്ത സെക്ഷനിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, മറ്റു അധികാര പരിധികളിലേക്ക് കുറ്റവാളികളെ പിന്തുടരാനായിട്ട് നമ്മൾ പോവുകയാണ് അല്ലെ? ഒരു പോലീസ് ഉദ്യോഗസ്ഥന് തനിക്ക് അറസ്റ്റ് ചെയ്യാൻ അധികാരമുള്ള ഒരാളെ വാറണ്ട് ഇല്ലാതെ തന്നെ അറസ്റ്റ് ചെയ്യുന്നതിനായിട്ട് അത്തരം വ്യക്തിയെ ഇന്ത്യയിലെ ഏത് സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, പിന്തുടരാനായി കഴിയും. ഇതിന്റെ ഒരു എക്സാമ്പിൾ ആണ് നിങ്ങൾ നമ്മുടെ കണ്ണൂർ സ്ക്വാഡ് അല്ലെ? കണ്ണൂർ സ്ക്വാഡ് എന്ന് പറയുന്ന സിനിമയിലും അതുപോലെ തന്നെ നമ്മുടെ വേറെ ഏതൊക്കെയോ പടങ്ങളിലുണ്ട് ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥർ, നമ്മുടെ കുറ്റവും ശിക്ഷയും എന്ന് പറയുന്ന സിനിമ ഉണ്ടല്ലോ, നമ്മുടെ ആസിഫ് അലിയുടെ ഒരു സിനിമ. അതിലും ഈ സിനിമയിലേക്ക് എന്താണ് സംഭവിക്കുന്നത്, കുറ്റവാളികൾ കേരള എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോകുന്നു. അതിപ്പോ മഹാരാഷ്ട്ര ആയിക്കോട്ടെ, രാജസ്ഥാൻ ആയിക്കോട്ടെ പോട്ടെ. നമ്മുടെ കാർത്തിയുടെ സിനിമ എന്താണ്, ഞാൻ എപ്പോഴെപ്പോഴും പറയുന്ന ഒരു സിനിമയാണ് കാർത്തിയുടെ മറ്റേ തീരൻ അധികാരം ഒന്നെന്ന് പറയുന്ന സിനിമ. ആ സിനിമയിൽ എന്താണ് സംഭവിക്കുന്നത്, തമിഴ്നാട് പോലീസാണ് കാർത്തി. അപ്പോൾ തമിഴ്നാട്ടിൽ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന രീതിയിൽ ഡക്കോയിറ്റ് നടക്കുകയാണ്. ഡക്കോയിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, കൂട്ടായ്മ കവർച്ച, മർഡർ നടക്കുകയാണ്. അതിന്റെ കുറ്റവാളികൾ എങ്ങോട്ട് പോകുന്നു, രാജസ്ഥാനിൽ പോയിട്ട് ഒളിക്കുകയാണ് അല്ലെ?
അപ്പൊ അവരെ പിടിക്കുന്നതിന് വേണ്ടി എന്താണ് ചെയ്യുന്നത്? തമിഴ്നാട് പോലീസ് തമിഴ്നാട്ടിൽ നിന്ന് എങ്ങോട്ട് പോകുന്നു? രാജസ്ഥാനിലേക്ക് പോകുന്നു അല്ലെ? അപ്പൊ അങ്ങനെ പോകാനുള്ള അധികാരവും ആർക്കുണ്ട്? കേരള പോലീസിന്, അല്ലെങ്കിൽ തമിഴ്നാട് പോലീസിന്, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏത് പോലീസിനും. എടാ, ഈ BNSS എന്ന് പറയുന്ന സാധനം കേരള പോലീസിന് മാത്രമല്ല ബാധകമാകുന്നത്, അത് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലെയും എല്ലാ സ്റ്റേറ്റ് പോലീസിനും എന്താണ് ഈ പറയുന്ന BNSS ബാധകമാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഇന്ത്യയിൽ എല്ലാ പോലീസിനും ബാധകമാണ്. ഞാൻ പിന്നെ അത് കേരള പെർസ്പെക്ടീവ്സിൽ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്നു എന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു 44 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന കള്ളൻ, അല്ലെങ്കിൽ ഈ പറയുന്ന കൊള്ളക്കാരൻ, അല്ലെങ്കിൽ ഈ പറയുന്ന കുറ്റവാളി ഒളിച്ചിരിക്കുന്ന സ്ഥലത്തിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ കിട്ടിയാൽ അത് 44 അവിടെ കയറി നമുക്ക് അന്വേഷിക്കാം. അങ്ങനെ അവൻ എന്ത് ചെയ്യുന്നു? ഒളിച്ചിരിക്കുന്ന വീടിൽ നിന്ന് ഇറങ്ങി ഓടി. എങ്ങോട്ട് ഓടി? മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അവൻ ഓടി. അങ്ങനെ ഓടിയാൽ അവനെ പിടിക്കാനുള്ള നമ്മുടെ അധികാരമാണ് 45 അല്ലെ? ഇതൊരു കഥ പോലെ പഠിച്ചാൽ മതി. ഞാൻ ഈ പറയുന്ന രീതിയിൽ ഒരു കഥ പോലെ പഠിച്ചാൽ മതി. നമുക്ക് എന്ത് ചെയ്യാം? പുഷ്പം പറിക്കുന്ന ലാഘവത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? സ്പെഷ്യൽ ടോപ്പിക് പഠിക്കാനായിട്ട് പറ്റും. അപ്പൊ 44 ഓക്കെയാണ്, 45 ഓക്കെയാണ്. 45-ൽ പറയുന്ന ഈ കണ്ടീഷൻ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എന്താണ് പറയുന്നത്? ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്യാൻ അധികാരമുള്ള ഒരാളെ, നമുക്കറിയാം പോലീസ് ആയിട്ടുള്ള നമുക്കറിയാം, അവനെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം നമുക്കുണ്ട്. സോ അവനെ എന്ത് ചെയ്യാം? വാറണ്ട് ഇല്ലാതെ തന്നെ നമുക്ക് അറസ്റ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് അത്തരം വ്യക്തിയെ ഇന്ത്യയിലെ ഏത് സ്ഥലത്തേക്ക് നമുക്ക് പിന്തുടർന്ന് അവിടെ വെച്ച് അവനെ പിടിക്കാനുള്ള അധികാരം ആർക്കുണ്ട്? കേരള പോലീസ് എന്ന് പറയുന്ന നിലയിൽ, അല്ലെങ്കിൽ ഇന്ത്യൻ പോലീസ് എന്ന് പറയുന്ന നിലയിൽ നമുക്ക് ഉണ്ട്. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേടാ? ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കടക്കാം. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 46. അപ്പൊ അതിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് ഇനിയും ക്ലാസ്സുകൾ, സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ബാക്കിയുള്ള ക്ലാസ്സുകളും അതുപോലെ തന്നെ മോഡൽ എക്സാംസും റിവിഷൻ ആയിട്ടുള്ള ലൈവുകളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ക്ലാസ്സുകൾ നിങ്ങൾക്ക് എന്തായാലും നമ്മുടെ ഗ്രൂപ്പിലുള്ളവർക്കായാലും ഗ്രൂപ്പിലില്ലാത്തവർക്കായാലും ആ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് നോക്കാം സെക്ഷൻ 46. ഓക്കെ, 46. അപ്പോ 46-ൽ പറയുന്നത് എന്താണ്ടാ? അനാവശ്യമായ നിയന്ത്രണം പാടില്ല എന്നാണ് പറയുന്നത്. അനാവശ്യമായ നിയന്ത്രണം പാടില്ല. നോ അൺനെസസറി റെസ്ട്രെയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തി രക്ഷപ്പെടുന്നത് തടയുന്നതിന് ആവശ്യമായതിലും കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ പാടില്ല. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞുതരാം, സിമ്പിൾ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മളിപ്പോ കഥ ഏതുവരെ എത്തി? 44-ല് കഥ തുടങ്ങി. 44-ലെ കഥ എന്താണ് പറഞ്ഞത്? ഒരാൾ ഒരു വീട്ടിൽ കയറി, കള്ളം വീട്ടിൽ കയറി വിളിക്കുന്നു. ആ വീട്ടിലേക്ക് കയറാൻ പോലീസിന് അധികാരമുണ്ട്. 44. 45 എന്ത് ചെയ്യുന്നു? ആ കള്ളം വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി. എങ്ങോട്ട് ഓടി? അടുത്ത സംസ്ഥാനത്തിലേക്ക് ഓടി. അങ്ങനെ ഇന്ത്യയിൽ എവിടെയും ചെന്ന് പിടിക്കാനുള്ള അധികാരം 45-ൽ നമുക്ക് കിട്ടുന്നുണ്ട്. 46-ൽ എന്താണ്? നമ്മൾ ആ കള്ളനെ പിടിച്ചു അല്ലെ? നമ്മൾ ആ കള്ളനെ എവിടെ വെച്ച് പിടിച്ചു? മറ്റൊരു സംസ്ഥാനത്തിൽ വെച്ച് പിടിച്ചു. അപ്പൊ നമുക്ക് കണ്ടപ്പോ തന്നെ മനസ്സിലായി അവനങ്ങനെ വലിയ ശല്യക്കാരനൊന്നും അല്ല. ഓക്കെ, അവനങ്ങനെ വലിയ ശല്യക്കാരനൊന്നും അല്ല. നമ്മൾ ആക്രമിക്കാത്ത എന്താണ്, കയ്യിലൊരു വിലം കൊടുത്ത് പിടിച്ചിരുത്തിയാല് അവിടെ തന്നെ ഇരിക്കുവാൻ. ഓക്കെ, അങ്ങനെയുള്ള ഒരുത്തിന്റെ മേലെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അനാവശ്യമായിട്ടുള്ള രീതിയിലുള്ള ബലപ്രയോഗം അല്ലെങ്കിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ പാടില്ല എന്നാണ് പറയും. മനസ്സിലായില്ലേ? വെച്ചാല് ഒരാളെ ഞാനാണ് ഇപ്പൊ പോലീസ് ഉദ്യോഗസ്ഥൻ, ഞാനിപ്പോ സബ് ഇൻസ്പെക്ടറാണ്. ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു കള്ളനെ പിടിക്കുന്നു. മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് ഒരു കള്ളനെ പിടിക്കുകയാണ്. അങ്ങനെ പിടിച്ചുകൊണ്ട് വരുന്നവനെ ഞാൻ വിലം കിട്ടും, ഞാൻ കൈ രണ്ടും ബാക്കിൽ ഇങ്ങനെ ലോക്ക് ചെയ്യിപ്പിച്ച്, അല്ലെങ്കിൽ കൈ രണ്ടും ഇങ്ങനെ വിലം കിട്ട ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു? അവനെ പിടിച്ച് ജീപ്പില് ലോക്ക് ചെയ്ത് അങ്ങനെ ഇരുത്തുകയാണ്. അപ്പൊ എനിക്കറിയാം ജീപ്പും കൊണ്ട് അവൻ ഓടാനൊന്നും പോകുന്നില്ല, ജീപ്പിനകത്ത് ഇരുന്നോളൂ. അത് അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ അവനെ അനാവശ്യമായിട്ട് അടിക്കാനുള്ളതോ, അല്ലെങ്കിൽ അവനെ എന്ത് ചെയ്യേണ്ടതോ, അനാവശ്യമായിട്ട് അവനെ ദേഹോപദ്രവം ചെയ്യേണ്ടതോ, അവന് ഈ പറയുന്ന ദേഹോപദ്രവം ഉണ്ടാവുന്ന രീതിയിലുള്ള ബലപ്രയോഗം നടത്തേണ്ട ആവശ്യമോ ഇല്ല. ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഉപയോഗിക്കാം. അങ്ങനെയും ഇതിനകത്തൊരു ഹിഡൻ ക്ലോസ് പറയുന്നുണ്ട് അല്ലെ? ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചു നോക്കിയേ. അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തി രക്ഷപ്പെടുന്നത് തടയാൻ ആവശ്യമായതിലും കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ പാടില്ല. അപ്പൊ ആവശ്യമായ നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള അധികാരം നമുക്കുണ്ട്. ആവശ്യത്തിൽ കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്താനായിട്ട് പാടില്ല. എല്ലാത്തിനും ഒരു മയം വേണം. അതാണ് പറയുന്നത്. അതാണ് 46 പറയുന്നത്. അപ്പൊ കഥ നമ്മൾ ഏതുവരെ എത്തി? 44-ൽ അവൻ വീട്ടിൽ കയറി ഒളിക്കുന്നു. 46-ൽ അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയോടെ അടുത്ത സംസ്ഥാനത്തേക്ക് കയറുന്നു. 46-ൽ അവൻ എന്ത് ചെയ്യുന്നു? നമ്മൾ പൊക്കിയ ശേഷം അവൻ എന്ത് ചെയ്യുന്നു? ആവശ്യമായ നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ അനാവശ്യ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താതെ അവനെ നമ്മൾ എന്ത് ചെയ്യാണ്? തിരിച്ചു കൊണ്ടുവരികയാണ് അല്ലെ? അതാണ് 46 എന്ന് പറയുന്നത്. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേടാ? ഇനി പറയുന്നത് 47. എന്താണ് സെക്ഷൻ 47? അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആളെ അറസ്റ്റിനുള്ള കാരണങ്ങളും ജാമ്യത്തിനുള്ള അവകാശങ്ങളും നമ്മൾ അറിയിക്കണം. നിങ്ങൾ ആക്ഷൻ ഹീറോ ബിജുവിന്റെ സീൻ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഓക്കെ, ആക്ഷൻ ഹീറോ ബിജുവിലെ നമ്മുടെ ആരാണ്? സാംസൺ തരംഗനെ അറസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും സാംസൺ തരംഗൻ പറയുന്നൊരു കാര്യമുണ്ട്. എന്താണ്? എനിക്കെന്റെ ആരെ കാണണം? അഡ്വക്കേറ്റിന്റെ അടുത്തൊന്ന് സംസാരിക്കണം. അപ്പോഴത്തേക്കും എന്തോ അടിയും കൊടുത്തിട്ട് അവന്റെ ഒരു അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞിട്ട് ഫോൺ ഇങ്ങനെ പിടിച്ചു വയ്ക്കും അല്ലെ? സത്യം പറഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ്. ഒരാളെ അറസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള കാരണം നമ്മൾ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം. അല്ലയോ മഹാനുഭാവ, താങ്കൾ അറസ്റ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ പറയുന്ന ഒരു പാവം കുട്ടിയെ പട്ടിയെ വിട്ട് കടിപ്പിച്ചതിലാണ്. താങ്കൾക്ക് വിരോധമില്ലെങ്കിൽ സ്റ്റേഷൻ വരെ ഒന്ന് വരാൻ മനസ്സുണ്ടാകണം എന്ന് നമ്മൾ എന്ത് ചെയ്യണം?
പറഞ്ഞ് മനസ്സിലാക്കണം അല്ലെ. അപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആളെ അറസ്റ്റിനുള്ള കാരണങ്ങളും ജാമ്യത്തിനുള്ള അവകാശങ്ങളും നമ്മൾ അറിയിക്കണം കേട്ടോ. ഞാനിത് വെറുതെ ഒന്ന് പറഞ്ഞൊന്ന് ഒരു ഫണ്ണായിട്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ നമ്മൾ അവിടെ എന്ത് ചെയ്തിരിക്കണം, അഥവാ ഇന്ന് അല്ലെങ്കിൽ നാളെ നമ്മളാരെങ്കിലും അറസ്റ്റ് ചെയ്യാൻ വന്നാലും നമുക്ക് ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അല്ലെ. അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും നാളെ പോലീസായിട്ട് അറസ്റ്റ് ചെയ്യാൻ പോകുമ്പോഴും നമ്മൾ ഈ കാര്യം അറിഞ്ഞിരിക്കണം. കാരണം എന്താണ്, ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യണം, അറസ്റ്റ് ചെയ്യുന്നതിനുള്ള കാരണങ്ങളും അവന് ജാമ്യത്തിനുള്ള അവകാശവും ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, അറിയിച്ചിരിക്കണം എന്നാണ് സെക്ഷൻ 47 പറയുന്നത്. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നമ്മൾ പറഞ്ഞത് 44 എന്താണ്, 44 പറഞ്ഞത് എന്താണ്, ഒരു ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഈ പറയുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു കുറ്റവാളി ഒളിച്ചിരിക്കുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു വീട്ടിലേക്കോ ആ ഒരു പബ്ലിക് പ്രോപ്പർട്ടിയിലേക്കോ നമുക്ക് കയറി പോകാനുള്ള അധികാരമുണ്ട്, സെർച്ച് ചെയ്യാനുള്ള അധികാരമുണ്ട് അല്ലെ, തിരച്ചിലിനുള്ള അധികാരം. 45 എന്ന് പറഞ്ഞാൽ എന്താണ്, ആ പറയുന്ന വ്യക്തി എന്ത് ചെയ്യുന്നു, ഓടി മറ്റൊരു സംസ്ഥാനത്തിലേക്ക് പോകുന്നു അല്ലെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തും അയാളെ ഫോളോ ചെയ്യാനുള്ള വാറണ്ട്, നമുക്കറിയാം അയാൾ അറസ്റ്റ് ചെയ്യപ്പെടേണ്ട ആള് എന്നാണെന്നുണ്ടെങ്കിൽ അയാൾ എവിടെ വേണമെങ്കിലും ഫോളോ ചെയ്യാനും അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം നമുക്കുണ്ട് അല്ലെ. 45 എന്ന് പറയുന്നത്. 46 എന്ന് പറഞ്ഞാൽ എന്താണ്, ആവശ്യത്തിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പാടില്ല, നിയന്ത്രണം, അനാവശ്യമായ ബലപ്രയോഗം ഒന്നും നടത്തേണ്ട ആവശ്യമില്ല, ആവശ്യത്തിൽ കൂടുതൽ നിയന്ത്രണം കൊടുക്കേണ്ട ആവശ്യമില്ല, ആവശ്യമായ നിയന്ത്രണങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഏർപ്പെടുത്താനായിട്ട് സാധിക്കും. 47 എന്ന് പറഞ്ഞാൽ എന്താണ്, 47 അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു പ്രസ്തുത വ്യക്തിയെ അയാൾ അറസ്റ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്യുന്നതിന്റെ കാരണം എന്താണെന്നും അയാൾക്ക് ജാമ്യത്തിനുള്ള അവകാശവും ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, ആസ് എ പോലീസ് ഓഫീസർ നമ്മൾ അയാൾക്ക് പറഞ്ഞു കൊടുക്കണമെന്നാണ് 47 പ്രതിപാദിക്കുന്നത്. സെറ്റ് അല്ലേടാ, ക്ലിയർ അല്ലേ, ഓക്കെ അല്ലേ? ഒന്ന് ശ്രദ്ധിക്കുക, ഇതിനകത്ത് പറയുന്നത് അത് തന്നെയാണ്. എന്താണ്, വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിയോട് അയാളെ എന്ത് കുറ്റത്തിനാണ് അറസ്റ്റ് ചെയ്തതെന്നും കുറ്റത്തിന് പൂർണ്ണമായ വിവരങ്ങളും അറസ്റ്റിന്റെ മറ്റു കാരണങ്ങളും അറസ്റ്റ് ചെയ്യുന്ന വ്യക്തി അറിയേണ്ടതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വാറണ്ട് ഇല്ലാത്ത അറസ്റ്റ് ആണ്. വാറണ്ട് ഉള്ള അറസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. കാരണം വാറണ്ടിനകത്ത് തന്നെ പറയുന്നുണ്ട് എന്തൊക്കെയാണ് കാര്യം എന്ന് അതിനകത്ത് പറയുന്നുണ്ട്. പക്ഷേ വാറണ്ട് ഇല്ലാത്ത ഒരു അറസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയോട് നമ്മൾ എന്ത് ചെയ്യണം, അയാളെ ഏത് കുറ്റത്തിനാണ് അറസ്റ്റ് ചെയ്തതെന്നും ആ കുറ്റത്തിന്റെ പൂർണ്ണമായ വിവരങ്ങളും അറസ്റ്റ് ചെയ്തതിന്റെ കാരണങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, വ്യക്തിയെ അറിയിക്കണമെന്ന് പറയുന്നത് 47ാമത്തെ സെക്ഷനിലെ 1ാമത്തെ ക്ലോസിനകത്താണ്. ഓക്കെ, ഇനി പറയുന്നത് ജാമ്യമില്ലാത്ത കുറ്റം ചുമത്തപ്പെട്ട ഒരു വ്യക്തിയല്ലാതെ ജാമ്യമില്ലാ കുറ്റം ചുമത്തപ്പെട്ട ഒരു വ്യക്തിയല്ലാതെ മറ്റാരെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥന് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്താൽ അയാൾക്ക് ജാമ്യം ലഭിക്കാൻ അർഹതയുണ്ടെന്നും അയാൾക്ക് ജാമ്യക്കാരെ ഏർപ്പാടാക്കണമെന്നും അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ അറസ്റ്റ് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥൻ അറിയിച്ചിരിക്കണമെന്നാണ് പറയുന്നത്. ഇതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഇത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. മനസ്സിലായോ? എന്താണ്, ഇപ്പൊ വാറണ്ട് ഈ പറഞ്ഞ ജാമ്യമില്ലാത്ത കുറ്റം ചെയ്യപ്പെട്ട ഒരു വ്യക്തി, ദാറ്റ് മീൻസ് എന്താണ്, ഒരു കൊലപാതക കുറ്റം ചെയ്ത ഒരുത്തനെ നമ്മളിങ്ങനെ അറസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നീ കൊന്നതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്തത് എന്നൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല. അതേസമയം ഈ ജാമ്യമില്ലാത്ത കുറ്റം ചുമത്തപ്പെട്ട ഒരു വ്യക്തി അല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തി എന്ന് വെച്ചാൽ എന്താണ്, ചെറിയ ചെറിയ എന്തെങ്കിലും കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്ത അല്ലെങ്കിൽ ചെറിയ ചെറിയ ഏതെങ്കിലും ഇൻസിഡന്റുകളാൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ജാമ്യം ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആസ് എ പോലീസ് ഓഫീസർ നമ്മൾ പറയണം, എടാ നിന്നെ അറസ്റ്റ് ചെയ്യുന്നത് ഈ പറയുന്ന കാരണത്താലാണ്, നീ ചെയ്തത് കുറ്റമാണ്, നിന്നെ പക്ഷെ അറസ്റ്റ് ചെയ്തത് ഈ കാരണത്താലാണ്, നിനക്ക് പക്ഷെ ജാമ്യം കിട്ടാനുള്ള അധികാരമുണ്ട്, വാറണ്ട് ഈ പറയുന്ന ജാമ്യം കിട്ടാനുള്ള അധികാരമുണ്ട്, നിനക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, നിനക്ക് കൂട്ടുകാരനെ അറിയിക്കണം, വക്കീലിനെ അറിയിക്കണം, എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള അധികാരം നിനക്കുണ്ട്. പക്ഷേ യു ആർ അറസ്റ്റ്, നീ എന്ത് ചെയ്തു, ഇപ്പൊ നിലവിൽ അറസ്റ്റിലാണ് എന്ന് പറഞ്ഞു വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ഒരു വ്യക്തിയെ നമ്മൾ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ? ഇത് നമ്മുടെ പഴയ CRPCയിലെ സെക്ഷൻ 50-നകത്താണ് വരുന്നത്. അത് ഞാൻ വെറുതെ കൊടുത്തതാണ്, നിങ്ങൾ അത് വായിച്ച് കൺഫ്യൂഷനും ആവണ്ട, നിങ്ങൾ അത് പഠിക്കേണ്ട കാര്യവുമില്ല. ഓക്കെ, അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ നോക്കിയാക്കി വെച്ചേക്കുക. നമ്മൾ 44 പറഞ്ഞു. 47-നകത്ത് നമ്മൾ എന്താണ് പറഞ്ഞത്, ഏതെങ്കിലും ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആളാണെന്നുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യണം, അറസ്റ്റ് ചെയ്തതിനുള്ള കാരണവും ജാമ്യത്തിനുള്ള അവകാശവും ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, അറിയിക്കണമെന്നാണ് സെക്ഷൻ 47 പറയുന്നത്. സെറ്റ് അല്ലേടാ, ക്ലിയർ അല്ലേ, സിമ്പിൾ അല്ലേ? ഇത്രയേ ഉള്ളൂ. ഈ രീതിയിൽ പഠിച്ചാൽ മതി, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്പെഷ്യൽ ടോപ്പിക്കിൽ മുഴുവൻ മാർക്കും വാങ്ങിക്കാനായിട്ട് കഴിയും കേട്ടോ. അപ്പൊ എന്തായാലും 48ാമത്തെ സെക്ഷനിലേക്ക് നമുക്ക് കിടക്കാൻ ശ്രദ്ധിക്കുക. അറസ്റ്റിനെ കുറിച്ച് ബന്ധുവിനെയോ സുഹൃത്തിനെയോ അറിയിക്കാൻ. എന്താണ്, അറസ്റ്റിനെ കുറിച്ച് ബന്ധുവിനെയോ സുഹൃത്തിനെയോ അറിയിക്കലാണ് എന്ത് ചെയ്യുന്നത്, സെക്ഷൻ 48 എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം, കഥ ഞാൻ ഒന്നും കൂടി തുടങ്ങും. ഞാൻ ഈ വീണ്ടും പറയുന്നത് എനിക്ക് വേറെ പണിയില്ലാഞ്ഞിട്ടല്ല, നിങ്ങൾക്ക് അത്രയും നന്നായിട്ട് മനസ്സിലാവാനാണ്. 44 എന്താണ്, എന്റെ കൂടെ പറഞ്ഞ 44 എന്തായിരുന്നു ഓർത്തെടുത്തേ, എന്താണ്, പോലീസിന് എവിടെ വേണമെങ്കിലും ഈ പറയുന്ന ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടിയിൽ കയറി സെർച്ച് ചെയ്യാം അല്ലെ, അങ്ങനെ തിരച്ചിൽ നടത്താം. അവിടെ ആരുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു കള്ളൻ അല്ലെങ്കിൽ കൊള്ളക്കാരൻ അവിടെ ഉണ്ട് എന്ന് വ്യക്തമായ ഉറപ്പുണ്ടെങ്കിൽ. അടുത്ത 44 കഴിഞ്ഞിട്ട് 45 എന്താണ്, എവിടെ വേണമെങ്കിലും ഫോളോ ചെയ്യാം. 45 46 എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോളോ ചെയ്ത് പിടിച്ചു, അനാവശ്യ റെസ്ട്രിക്ഷൻസ് കൊടുക്കാനായിട്ട് പാടില്ല, അനാവശ്യ
നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ പാടില്ല. 46 ഓക്കെ. 47 എന്താണ്? അറസ്റ്റ് ചെയ്യപ്പെട്ട ആളെ ജാമ്യത്തിനും അതുപോലെ തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ട കാരണങ്ങളും നമ്മൾ പറഞ്ഞു കൊടുക്കണമെന്ന് പറയുന്നതാണ് 47. അങ്ങനെയാണെങ്കിൽ 48 എന്താണ്? 48 സിമ്പിൾ അല്ലേ? അറസ്റ്റ് ചെയ്യപ്പെട്ട ആളെ ജാമ്യത്തിനുള്ള അധികാരവും കാരണവും പറഞ്ഞു കൊടുക്കണമെന്ന് പറയുന്നത് 47. 48 ആണെങ്കിൽ എന്താണ്? അറസ്റ്റ് ചെയ്തതിനെ കുറിച്ച് ബന്ധുവിനെയോ അല്ലെങ്കിൽ സുഹൃത്തിനെയോ അറിയിക്കാനുള്ള അധികാരത്തെ കുറിച്ചാണ് 48 പറയുന്നത്. എനിക്ക് എന്റെ വീട്ടുകാരെ അറിയിക്കണം, എനിക്ക് എന്റെ കൂട്ടുകാരെ അറിയിക്കണം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് അറിയിക്കണം. അതിനുള്ള അവകാശം ആർക്കുണ്ട്? അറസ്റ്റ് ചെയ്യപ്പെട്ട ആളിനുണ്ട് കേട്ടോ. അപ്പൊ അറസ്റ്റ് ചെയ്തതിനെ കുറിച്ച് ആരെ അറിയിക്കാം? ബന്ധുവിനെയോ അല്ലെങ്കിൽ സുഹൃത്തിനെയോ അറിയിക്കാനുള്ള അധികാരമാണ് എന്ത്? സെക്ഷൻ 48. സിമ്പിളായ കാര്യമല്ലേടാ? സിമ്പിളായ കാര്യമല്ലേ? ഇതിലെന്താണ് പറയുന്നത്? ഈ സംഹിതയുടെ കീഴിൽ അറസ്റ്റ് ചെയ്യുന്ന ഓരോ പോലീസ് ഉദ്യോഗസ്ഥനും അല്ലെങ്കിൽ മറ്റു വ്യക്തികളും അത്തരം അറസ്റ്റിനെ കുറിച്ചും അറസ്റ്റിലായ വ്യക്തിയെ തടവിലാക്കിയിരിക്കുന്ന സ്ഥലത്തിനെ കുറിച്ചും ശ്രദ്ധിക്കേണ്ടത്, അത്തരം വ്യക്തിയെ കുറിച്ചും ആ വ്യക്തിയെ തടവിലാക്കിയിട്ടുള്ള സ്ഥലത്തെ കുറിച്ചുമുള്ള വിവരങ്ങൾ അയാളുടെ ഏതെങ്കിലും ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ അറസ്റ്റ് ആയ ആൾ വെളിപ്പെടുത്തുന്ന നാമനിർദ്ദേശം ചെയ്യുന്ന ഏതെങ്കിലും വ്യക്തിക്കോ ഉടനെ തന്നെ നൽകേണ്ടതാണ്. ഇപ്പൊ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ക്യാമ്പിനകത്താണ്. ഇപ്പൊ ക്യാമ്പിനകത്താണ് എന്നുള്ള കാര്യം അറിയിക്കണം. സ്റ്റേഷനിലാണ്, ഏത് സ്റ്റേഷനിലാണ്, എപ്പോഴാണെന്നുള്ള കാര്യം എന്ത് ചെയ്യണം? ബന്ധുക്കളെയോ കൂട്ടുകാരനെയോ അല്ലെങ്കിൽ എന്താണ് ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തി എന്നെ അറസ്റ്റ് ചെയ്തു എന്ന് വെക്കുക. അപ്പൊ ഞാൻ നാമനിർദ്ദേശം ചെയ്യുന്ന ഏത് വ്യക്തിയാണോ ആ വ്യക്തി എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും അറിയിക്കണമെന്നാണ് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, അത്തരം വിവരങ്ങൾ ജില്ലയിലെ നിയുക്ത പോലീസ് ഉദ്യോഗസ്ഥനും കൈമാറേണ്ടതാണ്. അപ്പൊ അങ്ങനെയുള്ള വിവരങ്ങൾ ആർക്കും കൊടുക്കണം? ജില്ലയിലെ നിയുക്ത പോലീസ് ഉദ്യോഗസ്ഥനും എന്ത് ചെയ്യേണ്ടതാണ്? കൈമാറേണ്ടതാണെന്നാണ് സെക്ഷൻ 48 ഒന്നിനകത്ത് പറയുന്നത്, അല്ലെങ്കിൽ 48 പറയുന്നത്. അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥൻ അറസ്റ്റ് ചെയ്ത വ്യക്തിയെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നാൽ ഉടനെ എന്ത് ചെയ്യണം? ഉപവകുപ്പ് 1 പ്രകാരമുള്ള അവന്റെ അവകാശങ്ങളെ കുറിച്ച് അറിയിക്കണം. ഓക്കെ, എന്താണ്? നിനക്ക് ഇന്ന പറഞ്ഞ കാര്യങ്ങൾക്ക് അവകാശമുണ്ട്. എന്തിനുള്ള അവകാശമുണ്ട്? ജാമ്യം ജാമ്യം കിട്ടാനുള്ള സാധ്യതയുള്ള കുറ്റമാണെങ്കിൽ ജാമ്യം കിട്ടാനുള്ള അവകാശം ഉണ്ട് എന്നുള്ള കാര്യം, ജാമ്യം കിട്ടാനുള്ള അവകാശം ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം അത് അറിയിക്കണം. അതിനുശേഷം നമ്മൾ രണ്ടാമത് എന്താണ് അറിയിക്കേണ്ടത്? അതിനുശേഷം നമ്മൾ എന്താണ് അറിയിക്കേണ്ടത്? അവനിപ്പോ ഏതെങ്കിലും കൂട്ടുകാരനെ അല്ലെങ്കിൽ ഏതെങ്കിലും ബന്ധുവിനെ അല്ലെങ്കിൽ ഏതെങ്കിലും റിലേറ്റീവ്സിനെ എന്ത് ചെയ്യണം? ഈ കാര്യം അറിയിക്കണം. അപ്പൊ സ്വാഭാവികമായി റിലേറ്റീവ്സിനെ കോൺടാക്ട് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ആ റിലേറ്റീവ്സിനെ ഏത് പോലീസ് സ്റ്റേഷനിലാണ് അറസ്റ്റ് ചെയ്തത്, അതിന്റെ കാരണം എന്താണ്, എപ്പോഴാണ് അറസ്റ്റ് ചെയ്തത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക? അറിയിച്ചു കൊടുക്കുക. അപ്പൊ ആ പറയുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും ആ പറയുന്ന ഒരു അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തി നാമനിർദ്ദേശം ചെയ്യുന്ന ആൾക്കാരെ അറിയിക്കേണ്ടതും പോലീസ് ഉദ്യോഗസ്ഥന്റെ കടമയാണ് എന്നാണ് പറയുന്നത്. അത്തരത്തിലുള്ള ഒരാളുടെ അറസ്റ്റിനെ കുറിച്ച് ആരെയാണ് അറിയിച്ചത്? എന്താണ്? അത്തരത്തിലുള്ള ഒരാളുടെ അറസ്റ്റിനെ കുറിച്ച് ആരെയാണ് അറിയിച്ചത് എന്നുള്ള വസ്തുത ഒരു എൻട്രി എന്ത് ചെയ്യണം? നമ്മൾ തയ്യാറാക്കണം. എന്ന് വെച്ചാൽ നമ്മുടെ ഈ പറയുന്ന ഡീറ്റെയിൽസിൽ ആ പറയുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ, നമ്മൾ അറസ്റ്റ് ചെയ്ത വ്യക്തിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം? ആരെയാണ് നമ്മൾ അറിയിച്ചത്, ഇങ്ങനെ ഒരാളെ അറസ്റ്റ് ചെയ്തു എന്നുള്ള കാര്യം നമ്മൾ ആരെയാണ് അറിയിച്ചത് എന്നുള്ള കാര്യം നമ്മൾ എൻട്രി നടത്തണം. അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റ് ചട്ടങ്ങൾ മുഖേന നൽകിയിരിക്കുന്ന രൂപത്തിൽ പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിക്കേണ്ട ഒരു പുസ്തകത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് രേഖപ്പെടുത്തിയിരിക്കണമെന്ന് പറയുന്നുണ്ട്. കൂടാതെ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ സംബന്ധിച്ച ഉപവകുപ്പ് 2, 3 പ്രകാരമുള്ള ആവശ്യകതകൾ പാലിച്ചിട്ടുണ്ടെന്ന് സ്വയം ഉറപ്പുവരുത്തേണ്ടതാണ് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ ഹാജരാക്കുന്ന മജിസ്ട്രേറ്റിന്റെ കടമയാണ് കേട്ടോ. അപ്പം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് മജിസ്ട്രേറ്റിന്റെ മുൻപിൽ ഹാജരാക്കുന്നതിന് മുൻപ് തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? ഈ പറയുന്ന കാര്യങ്ങൾ, എന്താണ്? ജാമ്യത്തിനുള്ള അവകാശം ഉണ്ടെങ്കിൽ അതിനുള്ള കാര്യം പറഞ്ഞു കൊടുക്കണം. ആരെങ്കിലും അറിയിക്കണമെന്നുണ്ടെങ്കിൽ അറിയിക്കാനുള്ള അവകാശം പറഞ്ഞു കൊടുക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്തിട്ടുണ്ടെന്ന് ആരും ഉറപ്പാക്കണം? ആ മജിസ്ട്രേറ്റും ഉറപ്പാക്കണമെന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന BNSSലെ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിലെ സെക്ഷൻ 48 പറയുന്നുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. 48 പറയുന്നത് എന്ത് ചെയ്യണം? ബന്ധുക്കളെയും റിലേറ്റീവ്സിനെയൊക്കെ അറിയിക്കണം. കൂട്ടുകാരെയും ബന്ധുക്കളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അറസ്റ്റിനെ കുറിച്ച് അറിയിക്കണമെന്നാണ് 48 പറയുന്നത്. ഞാനത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള കാര്യം ഒന്നും കൂടി ഞാൻ പറഞ്ഞു കേട്ടോ, ഒരിക്കൽ കൂടി പറയട്ടോ. 44 എന്താണെന്ന് നമുക്കറിയാം. എന്താണ്? പോലീസിന്റെ തിരച്ചിൽ. ഞാൻ ഇന്ന് വലുതായിട്ട് പറയില്ല, സിമ്പിൾ ആയിട്ട് പറയും. പോലീസിന്റെ തിരച്ചിൽ. 45 എന്താണ്? എവിടെ വെച്ച് വേണമെങ്കിലും ഏത് സ്ഥലത്ത് വേണമെങ്കിലും ഈ പറയുന്ന കുറ്റവാളികളെ ഫോളോ ചെയ്യാനുള്ള അധികാരം നമുക്കുണ്ട്. 46 എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോളോ ചെയ്ത് പിടിച്ചവനെ നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചു കൊണ്ടുവരണം. പക്ഷെ അവൻ എന്ത് ചെയ്യാൻ പാടില്ല? അനാവശ്യ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനായിട്ട് പാടില്ല. 47 എന്ന് പറഞ്ഞാൽ എന്താണ്? അറസ്റ്റ് ചെയ്ത ഒരു വ്യക്തിയെ അവന്റെ അവകാശങ്ങളെ കുറിച്ചും അല്ലെങ്കിൽ അവന്റെ ജാമ്യത്തിനുള്ള അവകാശത്തെ കുറിച്ചും നമ്മൾ എന്ത് ചെയ്യണം? പറഞ്ഞ് മനസ്സിലാക്കണം. എന്ത് കാരണത്താലാണ് അറസ്റ്റ് ചെയ്തെന്നുള്ള കാര്യം എന്ത് ചെയ്യണം? 47 പ്രകാരം പറഞ്ഞ് മനസ്സിലാക്കണം. 48 എന്താണ് പറയുന്നത്? അറസ്റ്റ് ചെയ്തൊരു വ്യക്തിയെ എന്താണ്? ആ വ്യക്തി നിർദ്ദേശിക്കുന്നത്, എന്ന് വെച്ചാൽ അറസ്റ്റഡ് പേഴ്സൺ നിർദ്ദേശിക്കുന്ന ഒരു സുഹൃത്തിനായാലും ബന്ധുക്കൾക്കായാലും നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ വിവരങ്ങളെ കുറിച്ച്, അല്ലെങ്കിൽ ഈ പറയുന്ന അറസ്റ്റിന് എന്തുകൊണ്ടാണ് ഈ പറയുന്ന അറസ്റ്റ് നടത്തിയത്, അറസ്റ്റിന്റെ കാരണങ്ങൾ എന്താണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ഈ ഒരു അറസ്റ്റഡ് പേഴ്സൺ നിർദ്ദേശിക്കുന്ന വ്യക്തികൾക്ക് നമ്മൾ എന്ത് ചെയ്യണം? അറിയിക്കണമെന്ന് എന്ത് ചെയ്യണം? ഈ പറയുന്ന സെക്ഷൻ 48 പ്രതിപാദിക്കുന്നുണ്ട്. സെറ്റ് അല്ലേ ഇത്രയും കാര്യം?
ഓക്കെ അല്ലേ? 48 വരെ ഓക്കെ ആണെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് സെക്ഷൻ 49 എന്ന് പറഞ്ഞാൽ എന്താണ് സെക്ഷൻ 49? അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരാളെ പരിശോധിക്കൽ അല്ലെങ്കിൽ സെർച്ച് ഓഫ് ആൻ അറസ്റ്റഡ് പേഴ്സൺ എന്നാണ് പറയുന്നത്. അപ്പോ നമുക്ക് ഒരാളെ അറസ്റ്റ് ചെയ്തു, അയാളെ വെറുതെ ഒന്നും ഇങ്ങനെ ദേഹപരിശോധന നടത്താനായിട്ട് പാടില്ല. ഓക്കെ, അറസ്റ്റ് ചെയ്യപ്പെട്ട ആളെ എന്ത് ചെയ്യണം? പരിശോധിക്കണം. പക്ഷെ പരിശോധിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് നമ്മൾ ഫോളോ ചെയ്യണം. ഇതിനകത്ത് പറയുന്നത് എന്താണ്? ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്ത ഒരാളെ ദേഹപരിശോധന നടത്തേണ്ടതും അയാൾക്ക് അത്യാവശ്യത്തിനുള്ള വസ്ത്രം ഒഴികെ മറ്റെല്ലാ സാധനങ്ങളും സുരക്ഷിതമായി കസ്റ്റഡിയിൽ വെക്കേണ്ടതാണ്. ഇപ്പോൾ ഒരാൾ അറസ്റ്റ് ചെയ്താൽ അയാൾക്ക് എന്ത് ചെയ്യുക? ആവശ്യത്തിന് വസ്ത്രം കൊടുക്കുക, അല്ലെങ്കിൽ ആവശ്യത്തിന് വസ്ത്രം ഇടാനുള്ള അധികാരമുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യുക? അയാളെ നല്ല രീതിയിൽ ദേഹപരിശോധന നടത്തുക. അയാളുടെ ശരീരത്തിൽ വേറെ എന്തെങ്കിലും സാധനങ്ങൾ ഒളിപ്പിച്ചിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്ന നിലയിൽ നമ്മൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. സോ അതിന് വേണ്ടിയിട്ടുള്ള അധികാരം നമുക്കുണ്ട് അല്ലെ? അപ്പൊ പോലീസ് ഉദ്യോഗസ്ഥൻ പ്രതിയിൽ നിന്നും പിടിച്ചെടുത്തിട്ടുള്ള എല്ലാ സാധനങ്ങളും എന്ത് ചെയ്യുക? കൈവശപ്പെടുത്തിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഒരു രസീത് പ്രതിക്ക് നൽകേണ്ടതാണ്. എന്ന് വെച്ചാൽ ഇപ്പൊ പോലീസ് എന്നെ അറസ്റ്റ് ചെയ്തു, അപ്പൊ എന്റെ കയ്യിൽ ഇപ്പൊ എന്തുണ്ടായിരുന്നു? ഒരു മൊബൈൽ ഉണ്ടായിരുന്നു, ഒരു കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു, പിന്നെ എന്തുണ്ടായിരുന്നു? ഒരു വാച്ച് ഉണ്ടായിരുന്നു, കുറച്ച് കാശ് ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ പോലീസിന്റെ കയ്യിലാണ്. അപ്പൊ പോലീസിന്റെ കയ്യിൽ അല്ലെങ്കിൽ പോലീസ് എന്നെ അറസ്റ്റ് ചെയ്ത ശേഷം എന്തൊക്കെ സാധനങ്ങളാണ് പോലീസ് പിടിച്ചെടുത്തത് എന്നുള്ള കാര്യം ഒരു ലിസ്റ്റ് ആക്കിയ ശേഷം അതിന്റെ ഒരു രസീത് എന്ത് ചെയ്യണം? പ്രതിക്ക് കൊടുക്കേണ്ടതാണെന്ന് കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. കൂടാതെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, സ്ത്രീകളെ ദേഹപരിശോധന നടത്തുന്നതിന് യോഗ്യമായ രീതിയിൽ മറ്റൊരു സ്ത്രീ ആയിരിക്കണം, അല്ലാതെ പുരുഷന്മാർക്ക് സ്ത്രീകളെ ദേഹപരിശോധന നടത്താൻ പാടില്ല. ഇത് സെക്ഷൻ 49 2-ലാണ് പറയുന്നത്. ഇതിനാണ് 49 2-നകത്താണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ കാര്യം ഒന്ന് മനസ്സിലാക്കുക. സ്ത്രീകളെ ദേഹപരിശോധന നടത്തുന്നത് യോഗ്യമായ രീതിയിൽ എന്തായിരിക്കണം? മറ്റൊരു സ്ത്രീ ആയിരിക്കണം. സോ ഒരാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? അയാളെ തീർച്ചയായിട്ടും ദേഹപരിശോധന നടത്തണം അല്ലെ? അയാളെ ദേഹപരിശോധന നടത്തണം. അങ്ങനെ ദേഹപരിശോധന നടത്തുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? അയാൾക്ക് ആവശ്യമായ വസ്ത്രം കൊടുത്ത ശേഷം സുരക്ഷിതമായി എന്ത് ചെയ്യുക? കസ്റ്റഡിയിൽ വച്ച് ദേഹപരിശോധന നടത്തേണ്ടതാണ്. ബാക്കിയുള്ള സാധനങ്ങൾ, അനാവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം പോലീസ് പിടിച്ചെടുക്കും. അങ്ങനെ പിടിച്ചെടുക്കുന്ന ഓരോ സാധനത്തിനും എന്ത് ചെയ്യണം? പ്രതിക്ക് രസീത് കൊടുക്കണം. എന്തൊക്കെ സാധനങ്ങൾ പിടിച്ചെടുത്തു എന്നുള്ള കാര്യത്തിൽ ഒരു രസീത് കൊടുക്കണം. കൂടാതെ ഒരു സ്ത്രീയെ ദേഹപരിശോധന നടത്തേണ്ടത് യോഗ്യമായ രീതിയിൽ ആരായിരിക്കണം? മറ്റൊരു സ്ത്രീ തന്നെയായിരിക്കണം. ഇതാണ് 49-നകത്ത് പറയുന്നത്. അപ്പൊ നമ്മുടെ കഥ ഏതുവരെ എത്തി? 49 വരെ എത്തി അല്ലെ? അപ്പൊ കഥ തുടരും അല്ലെ? അപ്പോ 44 നിങ്ങൾക്കറിയാം, 45 നമുക്കറിയാം എന്താണ്, എവിടെ വേണമെങ്കിലും ഫോളോ ചെയ്യാം. 44 തിരച്ചിലാണ്. 46 എന്ന് പറഞ്ഞാൽ എന്താണ്? അനാവശ്യമായ രീതിയിലുള്ള ബലപ്രയോഗം നടത്താനായിട്ട് അല്ലെങ്കിൽ ആവശ്യമായ ഒരുപാട് റെസ്ട്രിക്ഷൻസ് കൊടുക്കാനായിട്ട് പാടില്ല അല്ലെ? 47 എന്ന് പറഞ്ഞാൽ എന്താണ്? ജാമ്യത്തിനുള്ള അവകാശവും കാരണവും അറിയിച്ചു കൊടുക്കണം. 48 എന്ന് പറഞ്ഞാൽ എന്താണ്? സുഹൃത്തിനെയോ ബന്ധുക്കളെയോ അറിയിക്കണം. 49 എന്ന് പറഞ്ഞാൽ എന്താണ്? ദേഹപരിശോധനയിലെ കണ്ടീഷൻസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സെക്ഷൻ 50 ആണ്. എന്താണ് സെക്ഷൻ 50? ഏതെങ്കിലും രീതിയിലുള്ള ആയുധങ്ങൾ പിടിച്ചെടുക്കാനുള്ള അധികാരം. എന്ന് വെച്ചാൽ എന്താണ്? ഒഫൻസീവ് ആയിട്ടുള്ള ആയുധങ്ങൾ പിടിച്ചെടുക്കാനുള്ള അധികാരത്തെ കുറിച്ചാണ് സെക്ഷൻ 50-നകത്ത് പറയുന്നത്. ഓക്കെ, ആയുധങ്ങൾ പിടിച്ചെടുക്കാനുള്ള അധികാരം അങ്ങനെ പഠിച്ചാൽ മതി കേട്ടോ. ആയുധങ്ങൾ പിടിച്ചെടുക്കാനുള്ള അധികാരത്തെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്? 50-നകത്ത് പറയുന്നത്. ഇതിനകത്ത് എന്താണ് പറയുന്നത്? ഏതെങ്കിലും രീതിയിലുള്ള ആക്രമാസക്തമായിട്ടുള്ള ആയുധങ്ങൾ പിടിച്ചെടുക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർക്കോ അറസ്റ്റ് ചെയ്യുന്ന വ്യക്തികൾക്കോ അധികാരം നൽകുന്നു. മാത്രമല്ല ഈ പറയുന്ന പിടികൂടിയ വ്യക്തിയെ ഹാജരാക്കുമ്പോൾ പിടിച്ചെടുത്ത ആയുധങ്ങൾ നിയമപ്രകാരം ബന്ധപ്പെട്ട കോടതിക്കോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥനോ അറസ്റ്റ് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥനോ എന്ത് ചെയ്യണം? കൈമാറണമെന്ന് കൂടി പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ എന്താണ്? ഈ പറയുന്ന ഈ ഒരു വ്യക്തിയെ നമ്മൾ അറസ്റ്റ് ചെയ്തു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് അക്രമാസക്തമായിട്ടുള്ള ആയുധങ്ങൾ അവന്റെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ സാധനങ്ങളെല്ലാം നമ്മൾ പിടിച്ചെടുക്കും. ഈ പിടിച്ചെടുത്ത സാധനങ്ങൾ അയാളെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ കോടതിയിൽ എന്ത് ചെയ്യണം? കോടതിയിലോ അല്ലെങ്കിൽ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനോ നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് സബ്മിറ്റ് ചെയ്യണമെന്നാണ് എന്ത് ചെയ്യുന്നത്? സെക്ഷൻ 50-നകത്ത് പറയുന്നത്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ? ആയുധങ്ങൾ പിടിച്ചെടുക്കുന്നതിനുള്ള അധികാരമാണ് സെക്ഷൻ 50. ഓക്കെ ആണോ? അപ്പൊ ഞാൻ ഒന്നും കൂടി ഇത്രയും കാര്യങ്ങൾ പറയുകയാണ്. എന്റെ കൂടെ പിടിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ചെക്ക് ചെയ്യുക. 44 കിട്ടിയോ? എന്താണ് 44 എന്ന് പറഞ്ഞാൽ എന്താണ്? തിരച്ചിലിനുള്ള അധികാരം. 45 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തും തിരച്ചിലിന് പോകാനുള്ള അധികാരം. 46 എന്ന് പറഞ്ഞാൽ എന്താണ്? അനാവശ്യ നിയന്ത്രണങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. 47 എന്ന് പറഞ്ഞാൽ എന്താണ്? കാരണം പറഞ്ഞു കൊടുക്കുക, അതുപോലെ തന്നെ ജാമ്യത്തിനുള്ള അധികാരം ഉണ്ടെന്ന് അറിയിക്കുക. പിന്നെ 48 എന്ന് പറഞ്ഞാൽ എന്താണ്? ബന്ധുക്കളെയും കൂട്ടുകാരെയും അറിയിക്കുക. 49 എന്ന് പറഞ്ഞാൽ എന്താണ്? ദേഹപരിശോധന. 50 എന്ന് പറഞ്ഞാൽ എന്താണ്? ദേഹപരിശോധന നടത്തുമ്പോൾ ആയുധം കിട്ടി, അങ്ങനെയാണെങ്കിൽ ആയുധം എന്ത് ചെയ്യുക? പിടിച്ചെടുക്കാനുള്ള അധികാരം. ഇതാണ് സെക്ഷൻ 50. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് നമ്മുടെ സിലബസിനകത്ത് തന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 6 സെക്ഷൻസിനെ കുറിച്ചാണ് അല്ലെ? 1, 2, 3, 4, 5, 6, 7 അല്ലെ? 7 സെക്ഷൻസിനെ കുറിച്ച് നമ്മളൊന്ന് പഠിച്ചായിരുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്ലാസ് ആണ്. അപ്പോൾ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക? വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക,
ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങളുടെ കമന്റ്സ് അനുസരിച്ച്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അനുസരിച്ച്, നിങ്ങളുടെ കമന്റ്സും വീഡിയോയ്ക്കുള്ള റെസ്പോൺസും അനുസരിച്ച് അടുത്ത ക്ലാസ് അല്ലെങ്കിൽ അടുത്ത ഒരു ടോപ്പിക് നിങ്ങൾക്ക് ഞാൻ കവർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, നമ്മുടെ ബാച്ചിലേക്ക് ഇനിയും ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ലാസ്റ്റ് ചാൻസ് ആണ്. അപ്പോൾ എന്താണ്, നല്ല രീതിയിൽ തന്നെ പഠിക്കുക. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.